നമസ്കാരം. 2023 നവംബർ 13 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിന് സമീപത്തുള്ള ചോളപുരം എന്ന സ്ഥലത്ത് ഒരു മുത്തശ്ശി അവിടെ ചെറുമകനെ യാത്രയിക്കുകയാണ്. ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈയിലെ ക്യാബ് ഡ്രൈവറായ അശോക് രാജ് മുത്തശ്ശി കാണാൻ എത്തിയതാണ്. 2 ദിവസത്തെ അടിപൊളി ജീവിതത്തിന് ശേഷം അവൻ മടങ്ങിപ്പോവുകയാണ്. ഇടാ അശോകെ, ചെന്നാൽ ഉടനെ വിളിക്കണേ. മുത്തശ്ശി ഞാൻ ഉറപ്പായും വിളിക്കും. മുത്തശ്ശിയും അശോക് രാജും തമ്മിൽ നല്ല അടുപ്പമാണ്. അവരുടെ വീടിന്റെ തൊട്ടടുത്തും വേറെ വീടുകളുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഈ മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള ആ സ്നേഹം കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അശോക് രാജ് അവിടെ നിന്ന് തിരിച്ചു. സാധാരണഗതിയിൽ പിറ്റേന്ന് 14-ാം തീയതി ചെന്നൈയിൽ എത്തിയാലുടൻ അശോക് രാജ് വിളിക്കേണ്ടതാണ്. അശോക് രാജിന്റെ കോള് വന്നില്ല. അതിൽ വിഷമം തോന്നിയ മുത്തശ്ശി തൊട്ട് അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് അശോക് രാജിന്റെ നമ്പർ അവർക്ക് കൊടുത്തു. ആ സ്ത്രീ അവരുടെ മൊബൈലിൽ നിന്ന് അശോക് രാജിനെ വിളിച്ചു. ആ നമ്പറിലേക്ക് വിളിച്ച സ്ത്രീ അല്പസമയം കഴിഞ്ഞതും മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, അശോകിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ ഇവിടുന്ന് അങ്ങ് മടങ്ങി ചെന്നാലുടൻ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാണല്ലോ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. വിളിക്കട്ടെ, അപ്പൊ ഞാൻ പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലാണ് സാധാരണ അശോക് രാജ് വിളിക്കുക. മുത്തശ്ശിക്ക് ഈ മൊബൈൽ ഫോണ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വിരുദില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഫോൺ വാങ്ങി വെക്കാത്തത്. ആ കാര്യം അടുത്ത വീട്ടിലെ ആ സ്ത്രീക്ക് അറിയുകയും ചെയ്യാം. അവര് അശോക് രാജിന്റെ ഫോൺ വരുമ്പോഴേക്കേ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുകൊടുക്കും. ശരിക്കും ഈ 2 വീടുകൾ തമ്മിൽ മതിലും കൊണ്ടുള്ള വേർതിരിവുമില്ല. തൊട്ടടുത്ത വീടാ. അന്ന് വൈകുന്നേരം വീണ്ടും മുത്തശ്ശിയും ആ സ്ത്രീയും ചേർന്ന് അശോക് രാജിനെ വിളിച്ചെങ്കിലും അപ്പോഴും കിട്ടിയില്ല. 14-ാം തീയതി രാത്രി പല തവണ അശോക് രാജിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതും 15-ാം തീയതി ചോളപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ആ സ്ത്രീയും ആ യുവതിയും എത്തി. അശോക് രാജ് തന്റെ ചെറുമകനാണെന്നും അവൻ ചെന്നൈയിൽ ഒരു ക്യാബ് ഡ്രൈവർ ആണെന്നും അവൻ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നാട്ടിലെത്തിയിട്ട് മടങ്ങിയതിനു ശേഷം ഒരു വിവരവുമില്ല എന്നുള്ള കാര്യം മുത്തശ്ശി ആ പോലീസുകാരോട് പറഞ്ഞു. അവര് അന്വേഷിക്കാമെന്ന് മുത്തശ്ശിയെ വാക്കുകൊടുത്തു. ആ സ്ത്രീയുടെ സങ്കടം ശരിക്കും അവിടെയുള്ള പോലീസുകാരുടെ മനസ്സിലൊന്ന് തൊട്ടെന്ന് തോന്നുന്നു. ആ സ്ത്രീ പോയ ഉടൻ തന്നെ അവര് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അശോക് രാജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. അശോക് രാജ് ആ മുത്തശ്ശി പറഞ്ഞതുപോലെ ചെന്നൈയിലെ ക്യാബ് ഡ്രൈവറാണ്. അവിടെയാണ് പോലീസ് ആദ്യം തിരക്കിയത്. മുത്തശ്ശി കൊടുത്ത അഡ്രസ്സിൽ തിരക്കിപ്പോ അവിടേക്ക് അശോക് രാജ് മടങ്ങി ചെന്നിട്ടില്ല എന്ന് ആദ്യമേ തന്നെ പോലീസിന് മനസ്സിലായി. അവിടെ നിന്ന് ഈ ചോളപുരത്തേക്ക് അശോക് രാജ് യാത്ര ചെയ്തതിന് ശേഷം അശോക് രാജ് നാട്ടിലെത്തിയിരുന്നു. നാട്ടിലെത്തിയ അശോക് രാജ് അവിടെയുള്ള കൂട്ടുകാരെ വിളിക്കുകയും ചെയ്തതാണ്. അവിടേക്ക് ഉടൻ മടങ്ങി വരുന്നുണ്ടെന്ന് ചെന്നൈയിലുള്ള സുഹൃത്തുക്കളോട് അശോക് രാജ് പറഞ്ഞതുമാണ്. ആ കാര്യങ്ങളൊക്കെ അവർ പോലീസിനോട് പറഞ്ഞു. പക്ഷെ അശോക് രാജ് പറഞ്ഞതുപോലെ ചെന്നൈയിൽ എത്തിയിട്ടില്ല. അതേസമയത്ത് അശോക് രാജിന്റെ വീട്ടിലേക്ക് വന്ന പോലീസ് ചുറ്റുവട്ടത്തു നിന്നും ആ വീട്ടിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ അശോക് രാജ് ചോളപുരത്തു നിന്ന് ചെന്നൈയിലേക്ക് പോയെന്നാണ്. ചോളപുരത്തു നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ച അശോക് രാജ് ചെന്നൈയിൽ എത്തിയിട്ടില്ല. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അശോക് രാജ് താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് അവന്റെ ചെന്നൈയിലേക്കുള്ള യാത്ര തുടങ്ങേണ്ട ബസ് സ്റ്റാൻഡ് വരെയുള്ള ആ പ്രദേശം പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അനവധി CCTV ക്യാമറകളുള്ള ഒരു മേഖലയാണ്. ആ CCTV ക്യാമറകളിൽ ഏതിലെങ്കിലും അശോക് രാജ് പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അതേസമയത്ത് അശോക് രാജിന്റെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷനും പോലീസ് ഐഡന്റിഫൈ ചെയ്തു. അവസാന ലൊക്കേഷൻ ചോളാപുരം തന്നെയാണ്. ചോളാപുരത്ത് വെച്ച് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. ചോളാപുരത്ത് വെച്ച് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അശോക് രാജ് അവിടുന്ന് യാത്ര ചെയ്തിരിക്കുമോ അതോ അശോക് രാജിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? ആ 2 ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത്. ചോളാപുരത്ത് അശോക് രാജിന്റെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള അശോക് രാജിന്റെ ഫോണിലേക്ക് വന്ന കോളുകളിലേക്കും തിരിച്ച് അശോക് രാജ് വിളിച്ച കോളുകളിലേക്കുമുള്ള ഒരു അന്വേഷണവും ഇതിനിടയിൽ പോലീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ധാരാളം ആളുകളുമായി അശോക് രാജ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ചെന്നൈയിലുള്ള സുഹൃത്തുക്കളാണ്. ചെന്നൈയിലുള്ള ആ സുഹൃത്തുക്കളുടെ നമ്പർ ഓൾറെഡി പോലീസ് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അവരെ അശോക് രാജ് ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് കൺഫേം ആണ്. അതിന് പുറമെ ആരെയൊക്കെ അശോക് രാജ് വിളിച്ചിട്ടുണ്ട് ആ ഒരു അന്വേഷണം നടത്തുമ്പോൾ ചോളപുരത്തുള്ള ലോക്കൽ ആളുകളുമായി അശോക് രാജ് കോൺടാക്ട് ചെയ്തിട്ടുള്ളതായി ഒരു സൂചന പോലീസിന് കിട്ടി. ആ കോളുകൾ ലോക്കലായിട്ടുള്ള ആർക്കൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസിന്റെ ഒരു വിഭാഗം കടക്കുമ്പോൾ മറുവിഭാഗം ഈ CCTV വിഷ്വലുകൾ ഒന്നൊന്നായി കളക്ട് ചെയ്യുകയാണ്. പോലീസ് ഈ 2 കാര്യങ്ങളും കളക്ട് ചെയ്യുമ്പോഴാണ് അശോക് രാജിന്റെ മുത്തശ്ശി പോലീസിനോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. സാർ, അവൻ ചെന്നൈക്ക് പോകുമ്പോൾ ചിദംബരം വരെ പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. അവിടെ കണ്ട അവനൊരു സുഹൃത്തുണ്ട്. അവനെ കണ്ടിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന പറഞ്ഞത്.
കഥയിൽ ഇല്ലാത്ത ഒരു സ്ഥലം പെട്ടെന്ന് കടന്നു വരികയാണ്. ചിദംബരത്ത് ആരാണ് സുഹൃത്തെന്ന് ചോദിച്ചപ്പോൾ ആ മുത്തശ്ശിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാലും പോലീസ് ചിദംബരത്തും അന്വേഷണം ആരംഭിച്ചു. ചോളാപുരത്ത് CCTV വിഷ്വലുകളും അതുപോലെ കോൾ ഡേറ്റ റെക്കോർഡും പരിശോധിക്കുന്ന പോലീസ് ചിദംബരത്തും CCTV വിഷ്വലുകൾ പരിശോധിച്ചു തുടങ്ങി. ബസ് സ്റ്റാൻഡിലെയും മെയിൻ റോഡിലെയും ഹോട്ടലുകളിലെയും ഒക്കെ CCTV വിഷ്വലുകൾ പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വിഷ്വലിലും ചിദംബരത്തോ അതുപോലെ ചോളാപുരത്തോ ഇതുവരെയും അശോകരാജ് പെട്ടിട്ടില്ല. അശോകരാജ് ശൂന്യത്തിൽ അങ്ങ് ലയിച്ച് ചേർന്നതുപോലെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലോക്കലായിട്ടുള്ള ആളുകളെ അശോകരാജ് ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അശോകരാജിനെ അവരും വിളിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അവരുടെ മൊഴികളും പോലീസ് ശേഖരിച്ചപ്പോൾ അവർക്കും അശോകരാജിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന് ഏകദേശം ഒരു ധാരണയിലേക്ക് പോലീസ് എത്തി. 15-ാം തീയതി പകലും രാത്രിയും പോലീസ് ഒരു സമഗ്ര അന്വേഷണം തന്നെ നടത്തിയിട്ടും അശോകരാജിനെ കണ്ടെത്താനുള്ള ഒരു ക്ലൂവും പോലീസിന് കിട്ടാതിരിക്കുമ്പോഴാണ് നവംബർ 16-ന് അശോകരാജിന്റെ മുത്തശ്ശിക്ക് ഒരു കത്ത് കിട്ടുന്നത്. കത്ത് അശോകരാജ് എഴുതിയതാണ്. മുത്തശ്ശിക്ക് ആ കത്ത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് അവർ ആ കത്ത് വായിക്കാൻ കൊടുത്തത് അടുത്ത വീട്ടിലെ ആ ഫോൺ കൊടുക്കുന്ന സ്ത്രീക്കാണ്. അവര് കത്ത് വായിച്ചു. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം, ഞാൻ മരിക്കാൻ പോവുകയാണ്. എനിക്ക് പുരുഷത്വമില്ല മുത്തശ്ശി, എനിക്കിനി ജീവിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട അശോകരാജ്. പുരുഷത്വം ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് കത്തെഴുതി വെച്ചതിന് ശേഷം അശോകരാജ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ കത്ത് വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുള്ളൂ. ആ കത്ത് വായിച്ചു കേട്ടതും മുത്തശ്ശി ആകെ വല്ലാണ്ടായി. അവരുടെ ചെറുമകനെ കണ്ടാൽ വേറെ ഒരു കുഴപ്പവും ആർക്കും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത് അവന് ആണത്തം ഇല്ല എന്നാണ്. ആണത്തമില്ല എന്ന ആ വാക്കിന്റെ പിന്നിൽ അവൻ എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും ആർക്കും അറിയില്ല. അവന് വിവാഹം കഴിക്കാൻ കഴിയില്ലേ, അതോ വേറെന്തെങ്കിലും കുഴപ്പം അവനുണ്ടോ, എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ കത്ത് വായിച്ച സ്ത്രീക്കോ മുത്തശ്ശിക്കോ അവിടെ മനസ്സിലായില്ല. ഈ സമയത്ത് ആ വീട്ടിലെ ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി വന്നു. അവരും ആ ലേഡി കത്ത് വായിച്ചത് കേട്ടതുകൊണ്ടാണ് പുറത്തിറങ്ങി വന്നത്. അവരൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, ഇത് എന്തോ കബളിപ്പിക്കലാണ്. എനിക്ക് അശോകരാജിന് നന്നായി അറിയാവുന്നല്ലേ, അവനെ കണ്ട ആരെങ്കിലും ആണല്ലെന്ന് പറയൂ, ആണത്തമല്ലെന്ന് അവൻ എഴുതിയിരിക്കുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ വീട്ടിലെ പുരുഷൻ പറഞ്ഞതും മുത്തശ്ശി ആ കത്ത് കയ്യിൽ വാങ്ങിച്ച് ആ കത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവർക്ക് വായിക്കാൻ അറിയില്ല എന്നത് സത്യമാണ്. പക്ഷേ അവർക്ക് സ്ഥിരമായി അശോകരാജ് കത്തെഴുതും. ആ കത്ത് അവര് എല്ലായ്പ്പോഴും ആ സ്ത്രീയുടെ അടുത്ത് കൊണ്ടുവന്നാണ് വായിച്ച് കേൾക്കുക. അങ്ങനെ കേൾക്കുന്നതിനിടയിൽ അവർ ആ കത്തിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കിയിരിക്കുന്ന അവർക്ക് അശോകരാജിന്റെ കൈപ്പട നല്ല പരിചിതമാണ്. ഇപ്പോ വന്നിരിക്കുന്ന ലെറ്ററിലെ കൈപ്പടയും അശോകരാജിന്റെ കൈപ്പടയും ഒന്നല്ലെന്ന് പെട്ടെന്ന് അവർക്കൊരു തോന്നൽ. മുത്തശ്ശി ആ കത്ത് വായിച്ച സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീയല്ലേ എപ്പോഴും കത്ത് വായിക്കുന്നത്, ഈ കത്ത് എന്റെ മോൻ അശോകന്റെ അല്ല. മുത്തശ്ശി അത് പറഞ്ഞപ്പോ ആ സ്ത്രീയും ആ കത്തിലേക്ക് നോക്കി. ശരിയാ മുത്തശ്ശി, ഇത് അശോകന്റെ കൈപ്പടയല്ല, ഞാനല്ലേ എപ്പോഴും മുത്തശ്ശിക്ക് കത്ത് വായിച്ചു തരുന്നത്. ചെന്നൈയിൽ ക്യാബ് ഡ്രൈവറായ അശോകരാജ് മുത്തശ്ശിക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എപ്പോഴും കത്തുകളാണ് എഴുതുക. അവൻ റെഗുലറായി കത്തെഴുതും. അവനും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധം ശരിക്കും കത്തിലൂടെയാണ് നടക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കത്തിലാക്കി അശോകരാജിന് അയക്കുന്ന ജോലിയും ഈ ഫോൺ കൊടുക്കുന്ന ആ സ്ത്രീയുടെ തന്നെയാണ്. ശരിക്കും അവരാണ് അവർക്കിടയിലുള്ള ഒരു പാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് മുത്തശ്ശിയുടെയും ചെറുമകന്റെയും മനസ്സ് നന്നായി അറിയാം. അത് മാത്രമല്ല അശോകരാജിന്റെ കൈപ്പടയും അവർക്കറിയാം. ആദ്യം അവരത് ശ്രദ്ധിച്ചിരുന്നില്ല, പക്ഷെ മുത്തശ്ശി ഇപ്പൊ പറഞ്ഞപ്പോൾ ആ കാര്യം ഉറപ്പായി. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതും അവിടെയുള്ള പുരുഷന്മാരും ആ കത്ത് വാങ്ങിച്ചു. മുത്തശ്ശിയുടെ കയ്യിലുള്ള അശോകരാജിന്റെ ബാക്കി കത്തുകളോട് എടുപ്പിച്ച് അതുമായി അവര് ഒത്തുനോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യത്യാസം പ്രകടമാണ്. ഇത് വേറെ ആരോ എഴുതിയിരിക്കുന്നതാണ്. അത് സ്വാഭാവികമായും വല്ലാത്തൊരു ഞെട്ടൽ അവരുണ്ടാക്കിയതും ഉടൻ തന്നെ അവർ വീണ്ടും പോലീസിനെ കോൺടാക്ട് ചെയ്ത് ആ കത്ത് പോലീസിനെ ഏൽപ്പിച്ചു. ആ കത്ത് പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ മുത്തശ്ശി പോലീസിനോട് പറയുകയും ചെയ്തു, സാർ, ഇത് എന്റെ മോൻ അശോക് എഴുതിയ കത്തല്ല. കത്തിൽ എഴുതിയിരിക്കുന്ന വാചകം പോലീസ് വീണ്ടും വീണ്ടും വായിച്ചു. എനിക്ക് ആണത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ആ കത്തിലെ സൂചന. അതൊരു വല്ലാത്ത വാചകമാണ്. കണ്ടാൽ ഒരു തരത്തിലുള്ള കുഴപ്പവും തോന്നാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ അശോകരാജ് എന്ന് അശോകരാജിനെ കുറിച്ച് തിരക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞ മറുപടിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ കാര്യം ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി പോലീസ് സംഘം അശോകരാജിന്റെ സുഹൃത്തുക്കളെ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരോട് ആ കാര്യം സംസാരിച്ചു. ചെന്നൈയിലെയും അതുപോലെ ചോളപുരത്തെയും ചിദംബരത്തെയും സുഹൃത്തുക്കൾ പോലീസിനോട് സംസാരിച്ച കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്, സാർ, ഒരിക്കൽ പോലും അശോക് ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല. അവൻ ആണത്തമില്ല എന്ന കാര്യം
അവന്റെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിട്ടേയില്ല. അവന്റെ ഒരു ആക്ഷനിലും സംഭാഷണത്തിലും മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഫീലും ഉണ്ടായിട്ടില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അശോക് രാജുമായി ബന്ധപ്പെട്ട് ആ സുഹൃത്തുക്കൾക്കും പോലീസിനും അശോക് രാജിന്റെ ബന്ധുക്കൾക്കും അയൽക്കാർക്കൊക്കെ പെട്ടെന്ന് തോന്നുകയാണ്, എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അശോക് രാജ് മിസ്സായിരിക്കുകയാണ്. മിസ്സായ അശോക് രാജിന്റെ പേരിൽ വന്നിരിക്കുന്ന കത്തെഴുതിയത് അശോക് രാജ് അല്ല. അത് രണ്ടും കൂട്ടി വായിച്ച പോലീസ് സംഘം ചോളപുരം ഒരിക്കൽ കൂടി അരിച്ച് പറക്കുകയാണ്. റോഡിലെയും അതുപോലെ കടകളിലെയും CCTV വിഷ്വലൊക്കെ പറക്കിയെടുത്ത പോലീസ് സംഘം വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ CCTV ക്യാമറ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് കടന്നു. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഒരു ചെറിയ തെരുവിൽ, ആ തെരുവിന്റെ നേരെ എതിർഭാഗത്തുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ ഒരു വിഷ്വല് പതിഞ്ഞിരിക്കുന്നത് ആ വീട്ടുകാര് പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് സംഘം ആ വീട്ടിലെത്തി. ആ വിഷ്വല് അവരും കണ്ടു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അശോക് രാജ് 2 തോളിലും ബാഗുകളും കയ്യിൽ ഒരു കുഞ്ഞു കവറുമായി ആ തെരുവിന്റെ അറ്റത്തേക്ക് നടന്നു പോകുന്ന വിഷ്വലാണ് ആ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. അവർ ആ റോഡിലോട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറ ശരിക്കും പോലീസിന് വല്ലാത്തൊരു ബ്രേക്ക് ത്രൂ ആണ് നൽകിയിരിക്കുന്നത്. ആ ക്യാമറ വിഷ്വലിൽ കൃത്യമായിട്ടും ആ ഡേറ്റും ടൈമും കൂടിയുണ്ട്. 13/11/2023. സമയം രാത്രി 9 മണിയാണ്. ചിദംബരത്ത് പോയിട്ട് അവിടുന്ന് ചെന്നൈക്ക് പോകുമെന്നാണ് അശോക് രാജ് മുത്തശ്ശിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ പോലീസ് കാണുന്ന വിഷ്വലിൽ അശോക് രാജ് ചോളപുരത്താ ഉള്ളത്. പോലീസ് സംഘം ആ വിഷ്വലുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിന് മുന്നേയും പിന്നെയും വിഷ്വലുകൾ ആ വീട്ടിൽ നിന്ന് ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ്. അവരുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ആ CCTV ക്യാമറ ഒപ്പിയെടുത്തിരിക്കുന്ന കുറേയേറെ വിഷ്വലുകളുണ്ട്. ഏകദേശം ഒരു 15 ദിവസം മുൻപ് വരെയുള്ള വിഷ്വലുകൾ അവരുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ വിഷ്വലുകൾ നോക്കി. പോലീസ് ആ വിഷ്വലുകൾ മുഴുവൻ നോക്കിയിട്ടും അശോക് രാജ് അതേ റോഡിലൂടെ ആ തെരുവിന്റെ അറ്റത്തേക്ക് പോകുന്ന വേറെ വിഷ്വലുകളൊന്നുമില്ല. അശോക് രാജ് ആ വിഷ്വൽ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസ് നോക്കുന്ന സമയത്ത് അശോക് രാജ് യഥാർത്ഥത്തിൽ ചെന്നൈയിലാണല്ലോ. ചെന്നൈയിൽ നിന്ന് അശോക് രാജ് ഈ ചോളപുരത്ത് എത്തിയത് നവംബർ 11-നാണ്. 2 ദിവസമാണ് അവൻ ഈ വീട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനായി ഉണ്ടായിരുന്നത്. അതിനിടയിൽ അവൻ ആ സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തിയ പോലീസ് അതിനുശേഷമുള്ള വിഷ്വലുകൾ പരിശോധിച്ചു. 13-ാം തീയതി രാത്രി 9-ന് ആ തെരുവിന്റെ അറ്റത്തേക്ക് നടന്നുപോയ അശോക് രാജ് അവിടുന്ന് മടങ്ങി വന്ന വിഷ്വലാണ് പോലീസിന് വേണ്ടത്. 13-ാം തീയതി രാത്രിയും 14-ാം തീയതി പകലും രാത്രിയും 15-ഉം പിന്നീട് 16-ഉം 17-ഉം നോക്കിയിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അശോക് രാജുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ആ തെരുവിന്റെ അറ്റത്തേക്ക് പോയിരിക്കുന്ന അശോക് രാജ് മടങ്ങി വന്ന വിഷ്വലുകളൊന്നുമില്ല. അത് കൺഫേം ആയതും പോലീസ് സംഘം ആ തെരുവ് പരിശോധിക്കാൻ തുടങ്ങി. 13-ാം തീയതി രാത്രി 9 മണിക്ക് ആ തെരുവിന്റെ അറ്റത്ത് പോലീസ് കണ്ട അശോക് രാജ് അവിടെ നിന്ന് എങ്ങോട്ട് പോയിരിക്കും? ആ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പൊ കടന്നിരിക്കുന്നത്. അവിടെയുള്ള കടകളിലും അതുപോലെ വീടുകളിലും ഒക്കെ ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും അവരാരും ആ ചെറുപ്പക്കാരനെ കണ്ടതായി ഓർക്കുന്നതേയില്ല. പക്ഷെ ആ ചെറുപ്പക്കാരൻ 13-ാം തീയതി രാത്രി 9 മണിക്ക് അവിടെ എത്തി എന്നുള്ളത് പോലീസ് കൺഫേം ആക്കിയിരിക്കുന്ന കാര്യമാണ്. അത് അശോക് രാജ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പെട്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം ഓർമ്മ വന്നത്. അയാൾ സമീപത്തുള്ള ഒരു കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ഈ വൈദ്യന്മാരാരെങ്കിലും ഉണ്ടോ? സർ, അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട്. അയാൾ എന്തോ വൈദ്യം ഈ അടുത്ത കാലത്ത് കണ്ട പഠിച്ചതാണ്. അവിടെ ആരെങ്കിലുമൊക്കെ വരുമോ? ആ, ആളുകളൊക്കെ ചെല്ലാറുണ്ട്. അങ്ങനെ ആ കടക്കാരൻ പറഞ്ഞതും ആ കടക്കാരൻ പറഞ്ഞു കൊടുത്ത ബിൽഡിങ്ങിലേക്ക് പോലീസ് സംഘം എത്തി. പോലീസ് സംഘം എത്തിയത് കേശവമൂർത്തി എന്ന പേരുള്ള ഒരാളുടെ വീട്ടിലാണ്. കേശവമൂർത്തി കണ്ട പോലീസ് അശോക് രാജിന്റെ പടം കേശവമൂർത്തി കാണിച്ചു. ഇയാൾ അറിയൂ സാർ, ഇത് അശോക് രാജാണ്. ഇവൻ ഏതാനും ദിവസം മുമ്പ് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. എന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് അറിയുമോ? സാർ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അയാള് അകത്തെ കലണ്ടറിൽ ഒന്ന് നോക്കിയിട്ട് പോലീസിനോട് പറഞ്ഞു, സാറേ 13-ാം തീയതിയാ വന്നത്. 13-ന് എപ്പോഴാണ് വന്നത്? സാർ, രാത്രിയാണ് വന്നത്. രാത്രി എത്ര മണിയാവും? സാർ, രാത്രി ഒരു 9 മണിയെങ്കിലും ആവും. പോലീസ് ആ CCTV ക്യാമറയിൽ കണ്ട കാര്യം അതുപോലെ തന്നെ ഇതാ കേശവമൂർത്തി പോലീസിനോട് പറയുകയാണ്. അയാൾ എന്തിനാ വന്നത്? സാർ, ആരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ എന്നെ തിരക്കി വന്നത്. അവനൊരു മരുന്ന് വേണമായിരുന്നു. മരുന്നോ? എന്ത് മരുന്ന്? സാർ, അവന്റെ ഉള്ളിൽ എന്തൊരു പ്രശ്നമുണ്ട്. അവന് ആണത്തമില്ലെന്ന് ഒരു തോന്നൽ അവനുണ്ട്. അവന് ആണത്തം ഉണ്ടാക്കാൻ വേണ്ട മരുന്ന് അന്വേഷിച്ച അവൻ എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് നിങ്ങളത് കൊടുത്തു? ഞാൻ കൊടുത്തായിരുന്നു. നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്ത? സാർ, അതൊരു ഉത്തേജക മരുന്നാണ്. ഈ സഫീദ് മുസ്ലിം അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് ഞാനൊരു വൈദ്യന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ഞാൻ ഈ പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആട്ടെ, ഇതിനു മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ജോലി?
സാർ ഞാനൊരു കൽപ്പണിക്കാരനായിരുന്നു. സാർ ഒരിക്കൽ കൽപ്പണിക്കിടയിൽ ഞാനൊന്ന് വീണു. അതിനുശേഷം എനിക്ക് ഈ കൽപ്പണി അങ്ങോട്ട് ചെയ്യാൻ പറ്റാതായപ്പോൾ ഒരു പുതിയ തൊഴിൽ പഠിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വൈദ്യനുമായി ബന്ധപ്പെട്ട് ഈ വൈദ്യമൊക്കെ പഠിച്ചെടുത്തത്. എന്നിട്ട് നിങ്ങൾ നന്നായി വൈദ്യം പഠിച്ചോ? ഇല്ല സാർ, വളരെ കുറച്ച് മരുന്നുകൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നത്. വൈദ്യന് ആവശ്യമായ മരുന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അതിനിടയിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവര് പറയുന്ന മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കേശവമൂർത്തി അയാളുടെ ജീവിതവും അശോകരാജുമായി അയാൾക്കുള്ള ബന്ധമൊക്കെ കൃത്യമായി പോലീസിനോട് ബോധ്യപ്പെടുത്തുകയാണ്. ആട്ടെ, ഈ അശോകരാജ് നിങ്ങളുടെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങിയിട്ട് എങ്ങോട്ടാ പോയത്? സർ, അയാള് ചെന്നൈക്ക് പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അയാൾ ചിലപ്പോൾ ചെന്നൈക്ക് പോയി കാണും. സാർ, ഉറപ്പാണോ ചെന്നൈക്ക് പോയെന്ന്? സർ, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. കേശവമൂർത്തിയിൽ നിന്ന് പോലീസിന് എന്തായാലും ഒരു കാര്യം കിട്ടി. അശോകരാജ് ചെന്നൈക്ക് പോകുന്നതിന് മുന്നേ അവിടെ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മരുന്നും അയാൾ വാങ്ങി. ആ മരുന്ന് വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് അയാൾ കടന്നു പോയിരിക്കുകയാണ്. അവിടെ നിന്ന് കടന്നുപോയ അശോകരാജ് വാങ്ങിച്ചു കൊണ്ടുപോയിരിക്കുന്ന മരുന്ന് ഒരു ഉത്തേജക മരുന്നാണ്. അശോകരാജിന് ആ അമ്മൂമ്മയ്ക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ സൂചിപ്പിക്കുന്ന അതേ കാര്യത്തിന് വേണ്ടിയാണ് അവൻ മരുന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അവന് ആണത്തം ഇല്ല എന്നൊരു തോന്നൽ അവനുണ്ട്. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആണത്തം അവന് ഫീൽ ചെയ്യാൻ വേണ്ടി അവനൊരു ഉത്തേജക മരുന്ന് ആ വൈദ്യന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാ വൈദ്യന്മാരും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാത്തത് കൊണ്ടാകും ഈ മുറി വൈദ്യരെ തേടി അശോകരാജ് എത്തിയത്. പോലീസിനെ കഥ കേട്ടപ്പോൾ കാര്യം അങ്ങനെയാണ് മനസ്സിലായത്. കേശവമൂർത്തിയിൽ നിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത പോലീസ് കേശവമൂർത്തിയോട് പറഞ്ഞു, ഞങ്ങള് നിങ്ങളെ ഇനി വിളിപ്പിക്കും, അപ്പോ സ്റ്റേഷനിൽ വരണം. തീർച്ചയായും വരാം സാർ. അങ്ങനെ കേശവമൂർത്തി പോലീസിനോട് പറഞ്ഞതും പോലീസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോലീസ് സംഘം ഇപ്പോ ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആണത്തമില്ല എന്ന വിഷയം അശോകരാജിന്റെ മനസ്സിനെ വല്ലാതെ മതിച്ചിട്ടുണ്ട്. ആണത്തം വീണ്ടെടുക്കാൻ വേണ്ടി അവൻ പല ആളുകളെയും സമീപിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പല ആളുകളെ എന്ന് പറയുമ്പോൾ അവർ മിക്കവാറും ആശുപത്രികളാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്കിൽ നടത്തുന്ന ഡോക്ടേഴ്സ് ആവും. ഒരുപാട് ലോഡ്ജുകളിൽ പലപ്പോഴും ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ആണത്തമില്ലായ്മ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഒറ്റ മാസത്തെ ചികിത്സ കൊണ്ട് ആണത്തം വീണ്ടെടുത്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ പോലീസ് സംഘവും കാണാറുള്ളതാണ്. അത്തരത്തിൽ ലോഡ്ജുകൾ ക്യാമ്പ് ചെയ്ത് രോഗികളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഈ മേഖലയിലും വന്നിട്ടുണ്ടാവും. പോലീസ് ആ ആളുകൾ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഒരു ഭാഗത്ത് ആരംഭിച്ചപ്പോൾ നിലവിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ പോലീസിന്റെ പരിശോധനയ്ക്ക് വിധേയമായി. അവിടെ എങ്ങാനും അശോകരാജ് എന്ന വ്യക്തി ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വന്നിട്ടുണ്ടോ? ആ ഒരു അന്വേഷണം അടുത്ത ദിവസം ഏതാണ്ട് പൂർണ്ണമായും പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നടത്തി നോക്കിയെങ്കിലും സന്ധ്യയോടുകൂടി റിസൾട്ട് നെഗറ്റീവായിട്ടാണ് പോലീസിന് കിട്ടിയത്. ഒരു സ്ഥലത്തു നിന്നും അശോകരാജ് ചികിത്സയ്ക്ക് പോയതിന്റെ ഒരു തരത്തിലുള്ള ഡേറ്റയും പോലീസിന് കിട്ടിയില്ല. ചോളാപുരം എന്ന് പറയുന്ന പ്രദേശം സ്വാഭാവികമായിട്ട് തഞ്ചാവൂരുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. അശോകരാജ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ക്ലിനിക്കുകളിൽ പോയിട്ടില്ല, ലോഡ്ജിലേക്ക് മുറിയെടുത്ത് പരസ്യം നടത്തി ആളുകളെ ആകർഷിക്കുന്ന ആളുകളുടെ അടുത്തും അശോകരാജ് പോയിട്ടില്ല. കേശവമൂർത്തിയുടെ അടുത്ത് എന്ന അശോകരാജ് എത്തിയിട്ടുമുണ്ട്. കേശവമൂർത്തിയുടെ അടുത്ത് തന്നെ അശോകരാജ് എത്താൻ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കേശവമൂർത്തി ബാക്കി എല്ലാ ഡോക്ടേഴ്സിനേക്കാൾ മിടുക്കനാണ്. ആണത്തം ഇല്ലാത്ത ആളുകൾക്ക് ആണത്തം ഉണ്ടാക്കി കൊടുക്കാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടോ? പോലീസിന്റെ അന്വേഷണ റഡാറിലേക്ക് കേശവമൂർത്തി എന്ന വൈദ്യൻ പെട്ടെന്നാണ് അങ്ങ് കടന്നു വരുന്നത്. വേറെ ഒരു സ്ഥലത്തും പോകാതെ അശോകരാജ് കേശവമൂർത്തി തന്നെ പോയി കണ്ടിരിക്കുകയാണ്. കേശവമൂർത്തി ഇതിനു മുമ്പ് എത്ര ആളുകളുടെ സമാന സ്വഭാവത്തിലുള്ള അസുഖത്തിന് മരുന്ന് കൊടുത്ത് ഭേദമാക്കി കാണും. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്തായാലും കേശവമൂർത്തിയുടെ അടുത്തുണ്ടാവും. പോലീസ് വീണ്ടും കേശവമൂർത്തിയെ കോൺടാക്ട് ചെയ്തു. കേശവമൂർത്തി, നിങ്ങൾ ഇതിനു മുമ്പ് ഈ പുരുഷത്വം വീണ്ടെടുക്കാനുള്ള മരുന്ന് എത്ര പേർക്ക് കൊടുത്തു കാണും? സർ, അങ്ങനെ അധികം ആളുകളൊന്നുമില്ല, എന്നാലും അനവധി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. സർ, ആദ്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. അയാൾ പറഞ്ഞറിഞ്ഞ് മറ്റാരെങ്കിലും വരും, അയാൾ പറഞ്ഞ് വേറെ ആൾ വരും. അങ്ങനെ ആരോ പറഞ്ഞാണ് അശോകരാജ് എൻ്റെ അടുത്ത് എത്തിയത്. കേശവമൂർത്തിയെ സംശയിച്ചു തുടങ്ങിയ പോലീസിന് കേശവമൂർത്തിയുടെ ആ ഒരൊറ്റ മറുപടിയിൽ അവിടെ സംശയം അവസാനിപ്പിക്കേണ്ടി വന്നു. ആരോ വഴി അശോകരാജ് അവിടെ എത്തിയതാണ്. അങ്ങനെ കേശവമൂർത്തി പറഞ്ഞതും പോലീസ് അയാളോട് ചോദിച്ചു, ആരാണ് അശോകരാജിനെ റെക്കമെൻഡ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ശ്രവൻ ആരുടെ പേര് പറഞ്ഞു, ഞാനതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ആരെങ്കിലും പറഞ്ഞായിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. ആര് പറഞ്ഞാലും നമ്മളടുത്ത് വന്നാൽ മരുന്ന് കൊടുക്കും, അവരതിന് ഫീസും തരും. സർ, വല്ലപ്പോഴൊരിക്കൽ മാത്രമാണ് ഈ പുരുഷത്വം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മരുന്നിന് വേണ്ടി ആളുകൾ വരിക. വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ കൂടുതൽ വരിക.
ഞാൻ ഈ വൈദ്യന് ആവശ്യമായ മരുന്ന് ഉണ്ടാക്കുന്ന ആളാണെന്ന് എങ്ങനെയോ ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്നെ തിരക്കി വരുന്നത്. കേശവമൂർത്തി പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് സമീപത്തുള്ള വീടുകളിലും കടകളിലൊക്കെ തിരക്കിയപ്പോൾ പോലീസിന് ഏകദേശം മനസ്സിലാവുകയും ചെയ്തു. ചിലരൊക്കെ കേശവമൂർത്തിയെ അന്വേഷിച്ച് വരാറുണ്ട്. അവർ പറയുന്ന മരുന്ന് കേശവമൂർത്തി ഉണ്ടാക്കി കൊടുക്കും. അവര് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേശവമൂർത്തി അവരോടൊരു തീയതി പറയും. ആ തീയതിയിൽ അവര് എത്തും. കേശവമൂർത്തി അതിനിടയിൽ ആ മരുന്നിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്ത് മരുന്നാക്കി മാറ്റി അവർക്ക് കൊടുക്കും. അയാൾ ഈ ആക്ടിവിറ്റിയിൽ വ്യാപൃതനായി തുടങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലമേ ആയിട്ടുള്ളൂ. അയാളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ കറക്റ്റാണ്. കേശവമൂർത്തി ബിസിനസ് രീതികളിൽ ആളുകൾക്ക് സംശയമൊന്നുമില്ല. ആളുകൾ അക്കാര്യം പോലീസിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരിൽ നിന്ന് കേശവമൂർത്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പോലീസ് കൂടുതൽ വിശദമായി കളക്ട് ചെയ്യുകയാണ്. അയാളുടെ പ്രൊഫഷണൽ ആക്ടിവിറ്റീസിൽ ഒരു പരാതിയും നാട്ടുകാർക്കോ സമീപത്തുള്ള കടക്കാർക്കോ ഒന്നുമില്ല. പക്ഷെ അതിനിടയിൽ ഒരാള് പോലീസിനോട് മറ്റൊരു കാര്യം സൂചിപ്പിച്ചു. സർ, ഇയാൾ 2 തവണ കല്യാണം കഴിച്ചതാണ്. ആ 2 ഭാര്യമാരും ഇയാളെ ഉപേക്ഷിച്ചു പോയി. കേശവമൂർത്തിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഒരാള് അങ്ങനെ മറുപടി പറഞ്ഞത്. അയാള് ഒറ്റയ്ക്കാണ് താമസിക്കുന്നുള്ള കാര്യം പോലീസ് അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളുടെ കുടുംബം അയാൾക്കൊപ്പമില്ല. പല വൈദ്യന്മാരും അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാറുള്ളത് കൊണ്ട് ആദ്യം പോലീസിന് അതിനകത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ നാട്ടുകാരൻ പറഞ്ഞ ആ വാചകം അത് ലേശം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാചകമാണ്. എന്താണ് കാരണമെന്നറിയില്ല. അയാളുടെ 2 ഭാര്യമാരും അയാളെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ഭാര്യമാർ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകൂ. സ്വാഭാവികമായിട്ടും അത് ഒരു ചോദ്യമായി അന്വേഷണ സംഘത്തിന്റെ ഇടയിലേക്ക് വരികയാണ്. കേശവമൂർത്തിയെ എന്തുകൊണ്ട് ഭാര്യമാർ ഉപേക്ഷിച്ചു പോയി? അതിന് യുക്തിഭദ്രമായ ഒരു മറുപടി കേശവമൂർത്തി പോലീസിന് നൽകേണ്ടി വരും. കേശവമൂർത്തിയുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും ആ ചോദ്യം പോലീസ് ചോദിക്കുമ്പോൾ കേശവമൂർത്തി ഒരു മറുപടി പറയണം. കേശവമൂർത്തിയിൽ നിന്ന് ആ മറുപടി കിട്ടാൻ വേണ്ടി കേശവമൂർത്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവിടെ കേശവമൂർത്തി എത്തിയതും അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന SP സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. SP അതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേശവമൂർത്തിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. കേശവമൂർത്തിയോട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിച്ചു തുടങ്ങി. കേശവമൂർത്തി, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം സാർ? അശോകരാജിന്റെ കുഴപ്പമില്ലേ? അത് തന്നെ. അത് മാറ്റാൻ മരുന്നുവല്ലോ ഉണ്ടോ? മറ്റാരും കേൾക്കാതെ രഹസ്യമായിട്ടാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേശവമൂർത്തിയോട് അങ്ങനെ ചോദിച്ചത്. സാർ, അതൊക്കെ ഉണ്ട് കേശവമൂർത്തി. എനിക്ക് എന്തായാലും നിങ്ങളുടെ അവിടെ വന്ന് മരുന്ന് വാങ്ങാനൊന്നും പറ്റില്ല. എനിക്ക് എന്ന പദം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ കേശവമൂർത്തിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും ആവശ്യക്കാരൻ അദ്ദേഹത്തിന് സുഹൃത്തല്ല, അദ്ദേഹമാണെന്ന് മനസ്സിലായി. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാര്യം ഞാൻ ശരിയാക്കി തരാം. കേശവമൂർത്തി, എന്തൊക്കെ സാധനങ്ങളാ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ചു തരാം. സാർ, അതൊരു ലിസ്റ്റ് ഉണ്ട്. ശരി, നീ ഈ പേപ്പറിലോട്ട് എഴുത്. അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കേശവമൂർത്തി ആ പേപ്പറിലേക്ക് എഴുതി. കുറേയേറെ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് എഴുതി കഴിഞ്ഞതും കേശവമൂർത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് ആ ലിസ്റ്റ് കൈമാറി. സാർ, ഇത്രയും കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ മരുന്ന് ഞാൻ ഉണ്ടാക്കി തരാം. അത് കേട്ടതും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് വായിച്ചു. കേശവമൂർത്തി, ശരിക്കും ഫലിക്കൂലല്ലേ? സാർ, ഉറപ്പായും ഫലിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേശവമൂർത്തിയുടെ ഭാര്യമാർ എന്തുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്? തികച്ചും അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആ ചോദ്യം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചതും കേശവമൂർത്തിയുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി. സാറേ, അവരെ കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. എന്തു പറ്റി? സാർ, അവര് ശരിയല്ല സാർ. 2 പേര് നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? 2 പേരും ശരിയല്ലാതാകൂ. സാർ, ഞാൻ ഈ കെട്ടിട നിർമ്മാണ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ദൂരോട്ടൊക്കെ പോകും. ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വരിക. സാർ, അങ്ങനെ ഒരിക്കൽ മടങ്ങി വന്നപ്പോൾ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു സാറേ. അങ്ങനെയാണ് ആദ്യത്തോട് പോയത്. അതിനുശേഷം കുറെ നാളേക്ക് ശേഷമാണ് ഞാൻ രണ്ടാമത് ഒന്നിനെ കെട്ടിയത്. അതും എന്നെ ചതിച്ചു. കേശവമൂർത്തിക്ക് അയാളുടെ ഭാര്യമാർ അയാളെ വിട്ടുപോയതിന് വ്യക്തമായ ന്യായമുണ്ട്. ഓക്കെ കേശവമൂർത്തി, ഇത് ഞാൻ വെറുതെ ചോദിച്ചതാണ്. എനിക്ക് കിട്ടേണ്ടത് ഈ മരുന്നായിരുന്നു. ഞാൻ ഈ സാധനങ്ങൾ സംഘടിപ്പിച്ചാലുടൻ നിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ സാർ. അങ്ങനെ പറഞ്ഞ് കേശവമൂർത്തി അവിടെ നിന്ന് പിരിഞ്ഞു. കേശവമൂർത്തി അവിടെ നിന്ന് പോയതിനു ശേഷം പോലീസ് സംഘം അശോകരാജ് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുത്തശ്ശിക്ക് എഴുതിയ കത്തും ഇപ്പോ കേശവമൂർത്തി എഴുതിയ ആ ചാർട്ടും രണ്ടും കൂടി കൈയക്ഷര വിദഗ്ധരെ ഏൽപ്പിച്ചു. കൈയക്ഷര വിദഗ്ധർ അത് രണ്ടും പരിശോധിച്ചതിന് ശേഷം പോലീസിനോട് പറഞ്ഞു, ഇത് രണ്ടും ഒരാളുടെ കൈപ്പിടയിൽ എഴുതപ്പെട്ടവയാണ്.
അശോക് രാജിന്റെ മുത്തശ്ശിക്ക് കത്തെഴുതിയിരിക്കുന്നതും ഇപ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കുറിപ്പടി എഴുതി കൊടുത്തിരിക്കുന്നതും സാക്ഷാൽ കേശവ മൂർത്തിയാണ്. കഥയിൽ പെട്ടെന്നാണ് ആ ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ഒരു സഞ്ചിയുമായി ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേശവമൂർത്തിയുടെ വീട്ടിലെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ കേശവമൂർത്തിക്ക് വലിയ സന്തോഷം. സാറേ, എല്ലാ സാധനവും കിട്ടിയോ? എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേശവമൂർത്തിക്കൊപ്പം വീടിനകത്തേക്ക് കടന്നു. അവിടെ അവർ മുഖാമുഖം ഇരുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥൻ കേശവമൂർത്തിയോട് ചോദിച്ചു, കേശവമൂർത്തി, എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്താ സാർ? ചോദിച്ചോളൂ. നീ അശോക് രാജിനെ കൊന്നിട്ട് ബോഡി എന്താ ചെയ്ത്? തികച്ചും അപ്രതീക്ഷിതമായി ആ ചോദ്യം കേട്ടതും കേശവമൂർത്തിയുടെ മുഖം അങ്ങ് വിളറി. സർ എന്തായി പറയുന്നത്? അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അനവധി പോലീസുകാർ അവന്റെ ആ വസതി ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. അയാളുടെ വീട്ടിലേക്ക് വരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെയും തന്റെ മുന്നിലിരിക്കുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥനെയും അമ്പരപ്പോടെ കേശവമൂർത്തി നോക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേശവമൂർത്തിയോട് പറഞ്ഞു, കേശവമൂർത്തി, നീ അശോക് രാജിന്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് ഞങ്ങളുടെ കൈവശമുണ്ട്. അശോക് രാജിനെ കൊന്നതിന് ശേഷം നീ ആ കത്ത് എഴുതിയ കാര്യം ഞങ്ങൾക്ക് അറിയാം. ആ കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും താൻ പിടിക്കപ്പെട്ടു എന്ന തോന്നൽ കേശവമൂർത്തിക്ക് ഉണ്ടായി. അയാള് ആ കസേരയിലേക്ക് ഇരുന്നു. ശരിക്കും നേരത്തെ കേശവമൂർത്തിയോട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അശോക് രാജിനെ എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിച്ച നിമിഷത്തിൽ അയാൾ ആ കസേരയിൽ നിന്ന് ചാടി എണീറ്റതാണ്. ഇപ്പോൾ അയാളുടെ വീടിന് മുൻവശത്ത് നിറയെ പോലീസുകാരാണ്. ഒരുപാട് പോലീസുകാർ കേശവമൂർത്തിയുടെ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുന്നത് അടുത്തുള്ള കടക്കാരും അതുപോലെ ആ തെരുവിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ആളുകളെയും കണ്ടിരുന്നു. അവരൊക്കെ ഇപ്പോ ആ വീടിന്റെ ഭാഗത്തേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. കേശവമൂർത്തി പതുക്കെ പതുക്കെ പോലീസിനോട് കഥകൾ പറഞ്ഞു തുടങ്ങി. സാർ, ഞാനും അശോക് രാജും സുഹൃത്തുക്കളാണ്. അശോക് രാജ് ചെന്നൈയിൽ നിന്ന് ഇവിടെ വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവന്റെ പ്രശ്നം ആണത്വമില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ആവശ്യത്തിന് മരുന്ന് വാങ്ങാനായിട്ടാണ് ആദ്യം അവൻ എൻ്റെ അടുത്ത് വന്നതും ഞാനുമായി പരിചയത്തിലായത്. സാർ, ഇപ്രാവശ്യം അവൻ മരുന്ന് വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. അവൻ ശരിക്കും നല്ല ഫിറ്റായിരുന്നു. അതുകൊണ്ടാകണം ഞാൻ കൊടുത്ത മരുന്ന് കഴിച്ചതും അവൻ വീണുപോയത്. സാർ, കുറച്ചു കഴിഞ്ഞ് ഞാൻ പരിശോധിക്കുമ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നീ എന്ത് ചെയ്തു? സാർ, എന്റെ മരുന്ന് കഴിച്ച് ഒരാൾ മരിച്ചു എന്ന് വാർത്ത പടർന്നാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരിക്കും എന്റെ മരുന്ന് കഴിച്ചിട്ടല്ല അയാൾ മരിച്ചത്. സാർ, അയാൾ ശരിക്കും മദ്യപിച്ചിരുന്നുകൊണ്ടും മറ്റെന്തൊക്കെ ഉപയോഗിച്ചിരുന്നുകൊണ്ടും ഒരു റിയാക്ഷൻ ഉണ്ടായതാണ്. എന്താണ് ആ റിയാക്ഷൻ എന്നോ എങ്ങനെയാണ് റിയാക്ഷൻ സംഭവിച്ചതെന്നോ ചോദിച്ചാൽ കേശവമൂർത്തിക്ക് അറിയില്ല. പക്ഷെ അയാളുടെ മരുന്നിന് അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടതല്ല എന്നൊരു ധാരണ അയാൾക്കുണ്ട്. എന്നാൽ അശോക് രാജ് മരിച്ചെന്ന് ഉറപ്പായതും അശോക് രാജിന്റെ ബോഡി മറവ് ചെയ്യാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കേശവമൂർത്തി കടന്നു. കേശവമൂർത്തി പോലീസിനോട് പറഞ്ഞു, സാർ, ആദ്യം ഞാനൊന്ന് ഭയന്നു. പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ആ ബോഡി മറവ് ചെയ്യായിരുന്നു. എവിടെയാ മറവ് ചെയ്തത്? സാർ, ഇവിടെ വീടിന്റെ പുറകുവശത്ത് തന്നെ. അയാളുടെ വീടിന്റെ പുറകിൽ ഒരു കുഴിയെടുത്ത് അവിടെ ബോഡി മറവ് ചെയ്തു എന്നുള്ള കാര്യം കേശവമൂർത്തി പറഞ്ഞതും പോലീസ് ആ സ്ഥലം പരിശോധിച്ചു. അവിടുത്തെ ബാത്റൂമിനോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കിന് അടുത്തായിട്ട് ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ അശോക് രാജിനെ മറവ് ചെയ്തു എന്നാണ് ഇപ്പോ കേശവമൂർത്തി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ ബോഡി അവിടെ നിന്ന് പുറത്തെടുക്കണം. അതിന് പക്ഷേ ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് അനുവാദം വേണം. പോലീസ് സംഘം ആ അനുവാദം സംഘടിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. പെട്ടെന്ന് ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വന്നു. അശോക് രാജിന്റെ ബന്ധുക്കളും അവന്റെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു. അശോക് രാജിനെ കേശവമൂർത്തി എന്ന് പറയുന്ന ഒരു മുറി വൈദ്യൻ കൊന്ന് കുഴിച്ചുമൂടി എന്ന ശൈലിയില വാർത്ത പടരുന്നത്. കൊന്ന് കുഴിച്ചുമൂടിയതാണോ മരിച്ചപ്പോ കുഴിച്ചുമൂടിയതാണോ എന്ന ഒരു സംശയം വാർത്ത കാണുന്ന ആളുകൾക്കുണ്ട്. എന്തായാലും ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങി പിറ്റേ ദിവസം അന്വേഷണ സംഘം അവിടെ ആ ബോഡി കുഴിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. അധികം കുഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അശോക് രാജിന്റെ ബോഡി കിട്ടി. ആ ബോഡി ഓൺ ദ സ്പോട്ട് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൽ കൂടി അന്വേഷണ സംഘം എത്തിയിരുന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്ക് വേണ്ട സംവിധാനങ്ങൾ കൂടി അവിടെ ഒരുക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും രംഗത്തുണ്ട്. ഒരു വലിയ ടീം തന്നെയുണ്ട്. ധാരാളം TV ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അവരുടെ ലേഖരെ അവിടേക്ക് അയച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു വൻ ആൾക്കൂട്ടവും സംഭവ സ്ഥലത്തുണ്ട്. ആ ബോഡി പുറത്തെടുത്ത് പരിശോധന തുടങ്ങിയ ഫോറൻസിക് വിഭാഗം ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അശോക് രാജിന്റെ ആ ഡെഡ് ബോഡിയിൽ ഒരു ഭാഗം മിസ്സായിരിക്കുകയാണ്. മിസ്സായിരിക്കുന്നത് അയാളുടെ തൊലിയാണ്. അശോക് രാജ് എന്ന വ്യക്തിയുടെ തൊലി പൂർണ്ണമായും ഊരിയെടുത്തിരിക്കുകയാണ്. തൊലി ഇല്ലാതെയാണ് അശോക് രാജിനെ അടക്കം ചെയ്തത്. ആ ബോഡി നന്നായി ചീഞ്ഞിട്ടുണ്ട്. ഇത്ര വേഗതയിൽ ചെയ്യാനുള്ള കാരണം ആ തൊലി ഇളക്കി മാറ്റിയതാണ്. 19-ാം തീയതി അശോക് രാജ് മരിച്ചു എന്നുള്ള ഇൻഫർമേഷനാണ് കേശവമൂർത്തി പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. ഇന്നിപ്പോ തീയതി 18-ആണ്. 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 5 ദിവസം കൊണ്ട് ഒരു ബോഡി അഴുകുന്നതിനേക്കാൾ കൂടുതൽ അശോക് രാജിന്റെ ബോഡി അഴുകിയിട്ടുണ്ട്. അതിന്റെ കാരണം ആ തൊലി ആദ്യമേ റിമൂവ് ചെയ്തതാണ്.
ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അമ്പരപ്പോടുകൂടി ഒരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് അറിയിച്ചു. ആ ബോഡിക്കുള്ളിൽ ഇന്റേണൽ ഓർഗൻസ് ഒന്നുമേയില്ല. ആ ബോഡിക്കകത്തുണ്ടായിരുന്ന ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ആ ബോഡി കുഴിയിൽ മറവ് ചെയ്തിരിക്കുന്നത്. ആ ബോഡിയുടെ തൊലി മാത്രമല്ല, അകത്തുള്ള ആന്തരിക അവയവങ്ങളും എടുത്തു മാറ്റിയിരിക്കുകയാണ്. കേശവമൂർത്തി അല്ലാതെ വേറെ ആരും ആ പരിപാടിയിൽ സഹകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് കേശവമൂർത്തി തന്നെ ആ ആന്തരിക അവയവങ്ങളും എടുത്ത് മാറ്റി എന്നത് കൺഫേമാണ്. അവിടെ ആ പോസ്റ്റ്മോർട്ടം നടപടികളും അനുബന്ധ സംവിധാനങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസ് സംഘം കേശവമൂർത്തിയുടെ വീട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അങ്ങനെ വിധേയമാക്കിയപ്പോഴാണ് അവർക്ക് കേശവമൂർത്തിയുടെ കൈപ്പടയിലുള്ള ഒരു ഡയറി കിട്ടുന്നത്. ആ ഡയറിയിൽ 194 ആളുകളുടെ പേരുണ്ട്. ആ പേരും അവരുടെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ കണ്ടതും പോലീസ് കേശവമൂർത്തിയോട് ചോദിച്ചു, നീ ഇവരെല്ലാം കൊന്നോ? ഇല്ല സാർ, ഇല്ല. പിന്നെന്തിനാ ഈ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത്? സാർ, ഫോണിൽ പേരും നമ്പറും ഒക്കെ കാണും. എന്തെങ്കിലും കാരണവശാൽ ഫോൺ മിസ്സായി പോയാലും എനിക്ക് ബന്ധപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചതാണ് സാർ, അല്ലാതെ വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ഇല്ല സാർ, ഒരു ദുരുദ്ദേശവും ഇല്ല. കേശവമൂർത്തി അങ്ങനെ പറഞ്ഞെങ്കിലും പോലീസിന് അതങ്ങോട്ട് ബോധ്യമായില്ല. ആ 194 പേരും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു യത്നത്തിലേക്ക് പോലീസ് സംഘം കടന്നു. ആ നമ്പറുകളിൽ ഒന്നൊന്നായി പോലീസ് കോണ്ടാക്ട് ചെയ്തു തുടങ്ങി. 193 പേരെയും പോലീസിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഒരാളുടെ നമ്പർ കിട്ടിയില്ല. ആ ആളിന്റെ നമ്പർ എടുത്ത് അയാളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി. 2021 മുതൽ ആ വ്യക്തിയെ കാണാനില്ല. 2021 മിസ്സിംഗ് ആയ ഒരാളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും കേശവമൂർത്തിയുടെ ആ ബുക്കിനകത്തുണ്ട്. പോലീസിന് പെട്ടെന്ന് സംശയം വർദ്ധിക്കുകയാണ്. അവര് നേരത്തെ കുഴിച്ച കുഴി കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചു തുടങ്ങി. അങ്ങനെ കുഴിച്ചപ്പോൾ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് അവർക്ക് കുഴിന്ന് കിട്ടുന്നത്. എല്ലുകൾ ഒരുപാട് ആ കുഴിയിലുണ്ട്. ആ എല്ലുകൾ ഒന്നൊന്നായി പുറത്തേക്കെടുത്ത അന്വേഷണ സംഘം അതിനെ ഒരു ഷീറ്റിലേക്ക് അങ്ങനെ നിരത്തി വെച്ചപ്പോ ആ എല്ലുകൾ മാത്രം 40-ൽ അധികമുണ്ട്. ശരിക്കും പോലീസിനെ ആ എണ്ണം ഞെട്ടിച്ചു. അവർ വീണ്ടും കൂടുതൽ എല്ലുകൾ കുഴിച്ചു തുടങ്ങിയപ്പോൾ തലയോട്ടിയും പിന്നെയും എല്ലുകൾ കിട്ടുകയാണ്. കേശവമൂർത്തി ആളുകളെ കൊന്ന് അവിടെ കുഴിച്ചിടുന്ന പ്രക്രിയ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന് വ്യക്തമാകുന്ന ശൈലിയിലുള്ള അവശിഷ്ടങ്ങളാണ് പോലീസിന് ആ പുരയിടത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ വാർത്ത ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അമ്പരപ്പ്. ഒരു മുറി വൈദ്യന്റെ വീടിന്റെ പുറകുവശത്തുനിന്ന് ഇതാ അസ്ഥികൂടങ്ങൾ എന്ന ശൈലിയിൽ സംഭവം കിട്ടുകയാണ്. അയാൾ എത്ര പേരെ കൊന്നു കാണും? അയാളെ കൊല്ലാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണോ ഈ ഡയറിയിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്? പലതരത്തിലുള്ള അസുഖങ്ങൾ ആളുകൾക്കുണ്ടാവും. പുറത്ത് പറയാൻ മടിയുള്ള കുറവുകളും അസുഖങ്ങളുമുള്ള ആളുകൾ അത് ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കി കിട്ടാൻ വേണ്ടി ഇതേപോലുള്ള മുറി വൈദ്യന്മാരെ സമീപിക്കുന്നത് ലോകത്ത് എല്ലായിടത്തുമുള്ള ഒരു സ്ഥിതിയാണ്. പുറത്തു പറയാനുള്ള ഒരു മടി, അതാണ് ഈ കുഴപ്പങ്ങളിൽ ആവശ്യം ചാടാനുള്ള കാരണം. പോലീസ് സംഘം കളക്ട് ചെയ്യുന്ന ആ വസ്തുക്കൾ വിശദമായ പരിശോധനയ്ക്കും തുടർന്ന് DNA പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയപ്പോൾ അവിടുന്ന് ലഭിച്ച ഒരു അസ്ഥികൂടം 2021 കാണാതെ പോയിരിക്കുന്ന അനസ് എന്ന പേരുള്ള വ്യക്തിയുടേതാണെന്ന് ബോധ്യമായി. ശരിക്കും രണ്ടാമത്തെ ഡെഡ് ബോഡിയുടെ ഉടമയും ഐഡന്റിഫൈ ചെയ്തതോടുകൂടി പോലീസ് കേശവമൂർത്തിയെ ചോദ്യം ചെയ്യുന്ന ശൈലിയെ അങ്ങ് മാറി. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ കേശവമൂർത്തി അയാളുടെ ഒരു സ്വഭാവ സവിശേഷത പോലീസിനോട് പറഞ്ഞു. ആ സ്വഭാവ സവിശേഷത കൊണ്ടാണ് യഥാർത്ഥത്തിൽ അയാളുടെ 2 ഭാര്യമാരും അയാളെ ഉപേക്ഷിച്ചു പോയത്. അയാൾക്ക് പുരുഷന്മാരെയാണ് ഇഷ്ടം. കേശവമൂർത്തിക്ക് ഒരു ഗേ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ കേശവമൂർത്തി സമീപിക്കുന്ന ആളുകളും മിക്കവാറും ഗേ സ്വഭാവമുള്ളവരായിരിക്കും. ശരിക്കും അശോക് രാജിനും അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അശോക് രാജും കേശവമൂർത്തിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും ഇടപാടുകൾ നടക്കുന്നതും. ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ഗേ സെക്സ്. അവർ ശരിക്കും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ജോഡിയായിരുന്നു. ആ ജോഡി അങ്ങനെ എളുപ്പം ഉണ്ടായി വരുന്നതല്ല. ശരിക്കും 2 പേരും ഒന്നിച്ച് ഒരു മെയ്യായി ഒരു ജീവനായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാവും. അങ്ങനെ ആഗ്രഹിച്ച ആ സമയത്താണ് അശോക് രാജ് അവന് പുരുഷത്വം കുറവാണെന്നും ആ പുരുഷത്വം ഒന്ന് വീണ്ടെടുത്താൽ അവന് ഒരു വിവാഹം കഴിക്കാമെന്നുള്ള കാര്യം ഈ കേശവമൂർത്തിയോട് പറയുന്നത്. കേശവമൂർത്തി അവന്റെ ഭാര്യയെ പോലെ കൊണ്ടു നടക്കുകയാണ് അശോക് രാജിനെ. അപ്പോഴാണ് അശോക് രാജ് പറയുന്നു അവനൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. ഇപ്പോ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ പുരുഷത്വത്തെ കുറിച്ചുള്ള ഒരു സംശയമാണ്. ആ പുരുഷത്വം ഒന്ന് ശരിയായി കിട്ടിയാൽ അവന്റെ ആ സംശയം അങ്ങ് മാറും. ആ ബലഹീനത മാറിക്കിട്ടിയാൽ ഒരു സ്ത്രീയെ അവന് കല്യാണം കഴിക്കാൻ പറ്റും. അവന്റെ ആഗ്രഹം കേശവമൂർത്തിയോട് പങ്കുവെച്ചപ്പോ കേശവമൂർത്തി മനസ്സിൽ ഒരു കണക്ക് കൂട്ടി. എന്നെ വിട്ടിട്ട് വേറൊരുത്തിക്കൊപ്പം പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല.
ആ തീരുമാനമെടുത്ത കേശവമൂർത്തി ശരിക്കും അന്ന് അവനെ കൊല്ലാനുള്ള കൂട്ടായ്മകളൊക്കെ ചേർത്തിട്ടാണ് അന്ന് അവന് മരുന്ന് കൊടുത്തത്. തന്റെ ആണത്തം ആ മരുന്ന് വഴി ശരിക്കും ശരിയാകുമെന്ന് ധരിച്ചു വശായിപ്പോയ ആ ചെറുപ്പക്കാരൻ അശോകരാജ് കേശവമൂർത്തിയുമായി സെക്സ് ചെയ്തതിന് ശേഷം ആ മരുന്നങ്ങ് കുടിച്ചു. മരുന്ന് കുടിച്ചതേ അവന് ഓർമ്മയുണ്ടാവും. ശരിക്കും അവൻ മരണപ്പെട്ട് കഴിഞ്ഞതും കേശവമൂർത്തി അവന്റെ തല അറുത്തു മാറ്റാതെ കഴുത്ത് വെട്ടി പിളർന്നതിന് ശേഷം അവിടെ നിന്ന് തൊലി അടർത്തിയെടുക്കരുത്. അതിനുശേഷം അവന്റെ ഇന്റേണൽ ഓർഗൻസ് എടുക്കാനായി വയറ് തുറന്ന് ആ ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ അവൻ വലിച്ചെടുത്തു. അതൊരു കവറിലേക്ക് മാറ്റി. അതിനൊക്കെ ശേഷമാണ് അവൻ ആ ബോഡി അവൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന കുഴിയിലേക്ക് മാറ്റിയത്. ആ കുഴിയിൽ നേരത്തെ ഉണ്ടായിരുന്ന അനസ് ഇതുപോലെ അയാളുടെ ഒരു ഗേ പാർട്ട്ണറായിരുന്നു. 2021 വരെ ഒരു അടിപൊളി ഗേ പാർട്ട്ണറായി കേശവമൂർത്തിക്കൊപ്പം ഉണ്ടായിരുന്ന അനസിനും ഒരു ദിവസം ഒരു ആഗ്രഹം ഉണ്ടായി, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന്. അവന്റെ ഒരു ബന്ധു മാമന്റെ മകൾ അനസിനെ കള്ളം കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ള കാര്യം അനസ് കേശവമൂർത്തിയോട് പറഞ്ഞതിന്റെ എന്റെ റിസൾട്ടാണ് ആ കുഴിക്കകത്തേക്ക് അനസ് എത്തിയത്. അന്ന് അനസ് ആയിരുന്നു കേശവമൂർത്തിയുടെ പാർട്ട്ണർ. അനസിനെ ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്ന കണ്ടതുകൊണ്ടാണ് ശരിക്കും അയാളുടെ രണ്ടാമത്തെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയത്. അനസ് ഉള്ളപ്പോ വേറൊരു സ്ത്രീയും ഭാര്യയായി വേണ്ട എന്ന കാര്യം കേശവമൂർത്തിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഭാര്യ പോയതിൽ അയാൾക്ക് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. കേശവമൂർത്തി അനസ് എന്ന ഭാര്യയുമായി ഒന്നിച്ചങ്ങനെ കഴിയുമ്പോഴാണല്ലോ അനസിന് മാമന്റെ മോളെ കള്ളം കഴിക്കാൻ താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആ താല്പര്യം കേശവമൂർത്തിയോട് അനസ് പറഞ്ഞതുകൊണ്ടാണ് അനസിനെ അയാൾ കൊന്ന് ആ കുഴിയിലേക്ക് മാറ്റിയത്. അതിനുശേഷം വളരെ പാടുപെട്ടാണ് അയാൾ അശോകരാജ് എന്ന വ്യക്തിയെ കണ്ടെത്തുന്നതും അവരുമായി ഒരു ബന്ധം ബിൽഡ് ചെയ്യുന്നതും. ശരിക്കും അശോകരാജ് ചെന്നൈയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ ഇവിടേക്ക് വരും കേശവമൂർത്തിയുമായി ഒന്നിച്ച് കഴിയാൻ വേണ്ടി. അവൻ എത്തുന്നത് കേശവമൂർത്തിയുടെ വീട്ടിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ലോഡ്ജിലാവും. ലോഡ്ജിൽ അവന് വേണ്ടി മുറിയെടുത്ത് കേശവമൂർത്തി കാത്തിരിക്കും. അവിടെ കാത്തിരിക്കുന്ന കേശവമൂർത്തിയുടെ അടുത്തേക്ക് എത്തുന്ന അശോകരാജ് എത്തുന്നതോടുകൂടി അവിടെ മധുവിധകാലം ആരംഭിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞ് അശോകരാജ് തിരിച്ചു പോകും. ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആ രണ്ട് ഗേ സുഹൃത്തുക്കളും അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് ദീപാവലി എത്തുന്നത്. ദീപാവലിക്ക് നാട്ടിലെത്തിയ അശോകരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ മുത്തശ്ശി ഒരുപാട് നിർബന്ധം ചെലുത്തി. അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് ചെറുമകൻ വിവാഹം കഴിച്ച് കാണണമെന്നുള്ള മുത്തശ്ശിയുടെ ആ ആഗ്രഹം സ്വാഭാവികമായിട്ടും അടുത്തുള്ള വീട്ടുകാരൊക്കെ അശോകരാജിനോട് പറയുകയും ചെയ്തു. മുത്തശ്ശിയും അടുത്തുള്ള വീട്ടുകാരൊക്കെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അശോകരാജ് ആ കാര്യം ഈ കേശവമൂർത്തിയോട് സൂചിപ്പിച്ചു. ഒരു വിവാഹം എന്തായാലും അനിവാര്യമാണ്. അശോകരാജ് വിവാഹം കഴിച്ചാൽ തനിക്ക് നഷ്ടമാകുന്നത് തന്റെ ഭാര്യ എന്ന അശോകരാജാണ്. അത് മനസ്സിലാക്കിയ കേശവമൂർത്തി ഉണ്ടാക്കിയ പ്ലാനിൽ അവസാനം അശോകരാജ് പെട്ടുപോയതാണ്. കേശവമൂർത്തി തന്റെ കഥകളൊക്കെ പോലീസിനോട് പറയുമ്പോൾ പോലീസും ശരിക്കും നിശ്ചലരായി ആ കഥ കേട്ട് നിൽക്കുകയാണ്. ഗേ ബന്ധത്തിൽപ്പെടുന്ന ആളിനെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു കഥാപാത്രത്തെ അവരാദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന പോലീസ് സംഘത്തിന്റെ തലവൻ പെട്ടെന്നാണ് ഒരു കാര്യം ആലോചിച്ചത്. ഏയ് കേശവമൂർത്തി, നീ അശോകരാജിന്റെ വയറ്റിനെടുത്ത ആ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്തു? സാർ, അത് ഞാൻ കഴിച്ചായിരുന്നോ? അതെ സാർ, ഈ മനുഷ്യരുടെ ആന്തരിക അവയവങ്ങൾക്ക് വല്ലാത്തൊരു പവർ ഉണ്ട്. അത് സ്ഥിരമായി കഴിച്ചാൽ എനിക്ക് അമരത്വം ലഭിക്കും. അമരത്വം? അതെ സാർ, പിന്നെ ഞാൻ മരിക്കത്തില്ല. ശരിക്കും ഒരു ഭ്രാന്തന്റെ മുഖഭാവത്തോടു കൂടി അശോകരാജ് ഇത് പറയുമ്പോൾ നമ്മുടെ പോലീസുകാർ ലേശ പുറകോട്ട് മാറിപ്പോയി എന്ന് പറയാം. അപ്പൊ ഈ അനസിന്റെ പോയി സാർ, അത് ഞാൻ കഴിച്ചായിരുന്നു. ശരിക്കും ആളുകളെ കൊന്ന് അവിടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ നന്നായി കഴുകി വൃത്തിയാക്കി പൊരിച്ച് കഴിക്കുന്ന ഒരു കഥാപാത്രമാണ് അവിടെ മുന്നിലിരിക്കുന്നത്. അപ്പോഴാ പോലീസിന് മനസ്സിലാവുന്നത് അവര് അതുവരെ കേട്ടതും കണ്ടതുമായ കഥയല്ല യഥാർത്ഥത്തിൽ ഈ കേശവമൂർത്തി എന്ന ആ വ്യക്തി ആളുകളെ കൊന്ന് അവിടെ ഇന്റേണൽ ഓർഗൻസ് വറുത്തും കറിവെച്ചൊക്കെ കഴിക്കുമായിരുന്നുള്ള കഥ പത്രങ്ങളിലൂടെയും TV ന്യൂസുകളിലൂടെയും ബ്രേക്ക് ചെയ്യപ്പെട്ടപ്പോൾ അയാളുടെ വീടിനടുത്ത് താമസിക്കായിരുന്ന ആളുകൾക്കുണ്ടായി ഞെട്ടല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവര് ശരിക്കും വളരെ ഭയന്നു പോയിരിക്കുകയാണ്. അവരെങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവിടെ ഇന്റേണൽ ഓർഗൻസ് ഇയാൾ എടുത്തിരുന്നെങ്കിലോ? ആ ചിന്ത പോലും ആളുകളിൽ വല്ലാത്തൊരു വിറയലുണ്ടാക്കുകയാണ്. ഞാൻ എന്തിനാ ഈ കഥ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, എന്ത് അസുഖവും നമുക്ക് വരാം. അതിന് ചികിത്സ വേണമെങ്കിൽ നേരെ ആശുപത്രി ചെന്ന് ചികിത്സ തേടുക. അതിന് പകരം ഇതുപോലെ മുറി വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയാൽ ചിലപ്പോൾ ഇന്റേണൽ ഓർഗൻസ് ഉൾപ്പെടെ നഷ്ടമായി വരും. നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും പോയാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അക്കാര്യം മറക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.